2000 സ്ക്വയർ ഫീറ്റിൽ 5 റൂമുകളോട് കൂടിയ 30 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്ത ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോൻ്റെ അവസാനം പ്ലാൻ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, 2D പ്ലാൻ അളവടക്കം. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്, ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ കണ്ട പോലെ തന്നെ എലിവേഷനിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഒരു ചെറിയ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. എൽ ഷേപ്പിലായി സോഫ അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. 6 സീറ്ററോട് കൂടിയ സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി ഒരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ അതുപോലെ തന്നെ ടോപ്പ് സീലിങ്ങും ഈ ഒരു വുഡൻ കളറിൽ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് ജിപ്സത്തിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി വരുന്ന സീലിങ്ങിൽ കാണുന്നിടത്തെല്ലാം സ്പോട്ട് ലൈറ്റിൻ്റെ പോയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ഈ റൂമിന് വാൾ ഫാനാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൽ സെൻറ്ററിലായി ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിരിക്കുന്നു. ഏറ്റവും മിനിമൽ ഡിസൈനിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്ലാൻ വരയുമ്പോൾ തന്നെ 3D ഡിസൈൻ ചെയ്യുന്നതിലൂടെ ഇതുപോലെ ബഡ്ജറ്റായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഒരു സ്റ്റെയർ സ്പേസിലേക്കാണ്. ഈ ഒരു സ്റ്റെയർ സ്പേസിൻ്റെ ലെഫ്റ്റ് ഷോവാൾ നമ്മൾ ബ്ലോക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ക്വയർ ഒരു 9 സ്ക്വയർ നൽകി അതുപോലെ തന്നെ ആ ഒരു വാള് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ആദ്യത്തെ ഒരു 5 സ്റ്റെപ്പ് മാത്രമാണ് കോൺക്രീറ്റിൽ നൽകിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റീല് നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ചുമരുമ ഫിക്സ് ചെയ്യുന്ന ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. അതായത് അടിയിൽ ബീം നൽകിയിട്ടില്ല, ഹാങ്ങിങ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഷെയ്ക്ക് ആവാതെ ഈ ഒരു സ്റ്റെയറിനെ നിലനിർത്തുന്നുമുണ്ട്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന ഭാഗത്ത് പർഗോള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസും സ്റ്റിക്കർ വർക്കും പർഗോളമേ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴെയായി ഒരു 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഡൈനിങ് ടേബിള് നമ്മൾ ഇൻസൈഡ് വയ്ക്കാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയാണ് ഈ ഒരു വീടിൻ്റെ വാഷിംഗ് ഏരിയ വരുന്നത്. വാഷ് ബേസിൻ്റെ ലെഫ്റ്റ് സൈഡായി 1.2 മീറ്ററിൻ്റെ വാളും അതുപോലെ തന്നെ ടോപ്പിലായി ഒരു അക്വേറിയം ഡിസൈനും നൽകിയിരിക്കുന്നു. ഈ ഒരു മിററെല്ലാം 2000 റുപ്പീസാണ് വരുന്നത്. ആമസോണിൽ ഈ ഒരു മിററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഫസ്റ്റ് ഡൈനിങ് റൂം കഴിഞ്ഞ് ഓപ്പൺ കിച്ചൻ്റെ ഫ്രണ്ടിലായി ഒരു 4 സീറ്ററോട് കൂടിയ ഒരു ചെറിയ ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിൽ കാണുന്ന ടൈല് അസർവയുടെ 6x4 ടൈലാണ് നൽകിയിരിക്കുന്നത്. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ബുക്ക് മാച്ച് ഡിസൈനാണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ സീലിങ്ങിൽ നൽകിയിരിക്കുന്നതെല്ലാം മെയിൻ സ്ലാബിൽ തന്നെയാണ് സ്പോട്ട് ലൈറ്റ് നൽകിയിരിക്കുന്നത്. ആ ഒരു വുഡൻ കളറിൽ കാണുന്ന ഭാഗം മാത്രമാണ് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഈ ഒരു വീടിന് ലിവിങ്, ഡൈനിങ്, ആ ഒരു TV വാളും ഒക്കെപ്പാടെ നമുക്കൊരു 25,000 ജിപ്സം സീലിംഗ് വർക്കിന് ടോട്ടലി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും സ്റ്റെയർ ഏരിയയിലും 3 വാൾ ഫാനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് റൂമിൽ നിന്നും ഡയറക്റ്റ് ലെഫ്റ്റും റൈറ്റുമായി പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു 2 റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് റൂം 4 മീറ്റർ കൂടുതലുണ്ട്, 4.44 നീളവും അതുപോലെ തന്നെ 10 ഫീറ്റ് വീതിയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിൻഡോൻ്റെ അവിടെയായി നമുക്കൊരു ബേ വിൻഡോ അടക്കമുള്ളൊരു വാർഡ്രോബും സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ഡയറക്റ്റ് മെയിൻ സ്ലാബിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജിപ്സം സീലിംഗ് ചെയ്ത ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ് സെറ്റ് ചെയ്തതിൻ്റെ അവിടെ നമ്മളൊരു വാൾ ലൈറ്റും നൽകിയിരിക്കുന്നു. പഴയ പോലെ ട്യൂബ് ലൈറ്റോ ഹൈറ്റിലുള്ള വാൾ ലൈറ്റോ ഇപ്പോൾ ആരും നൽകാറില്ല. ഇതുപോലത്തെ വാൾ ലൈറ്റ് നൽകുന്നതിലൂടെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹെഡ് സ്പേസും ലഭിക്കുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഫുള്ളി ഇൻറ്റീരിയർ പ്ലാൻ വരയുന്ന ടൈമിൽ തന്നെ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഇലക്ട്രിക്കൽ പോയിൻ്റ് വർക്കും അതുപോലെ തന്നെ ഫുള്ളി ഡിസൈൻ വർക്കുമെല്ലാം ആദ്യം കിട്ടിയോണ്ട് തന്നെയാണ് ഈ ഒരു വീട് 30 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയതും ഈ ഒരു റേറ്റിന്. ഈ റൂം, രണ്ടാമത്തെ റൂം നമുക്ക് 10x10 ഫീറ്റിൻ്റെ ഒരു 5 ഫീറ്റിൻ്റെ കട്ടിൽ നൽകാവുന്ന തരത്തിലുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു 2 റൂമിന് 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. ഈ
ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു 5 സ്റ്റെപ്പ് കോൺക്രീറ്റിലും അതുപോലെ തന്നെ ബാക്കിയുള്ളത് സ്റ്റീലിൽ ചെയ്ത് നമ്മൾ വുഡൻ്റെ കവറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അടിയിൽ ബീം നൽകിയിട്ടില്ല, ലാൻഡിങ് മാത്രമാണ് കോൺക്രീറ്റിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഹാൻഡ് റെയിലെല്ലാം നൽകിയിരിക്കുന്നത് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ ലാസ്റ്റ് പ്ലാൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ ഹൈറ്റ് നൽകാനാണ് ആദ്യം നോക്കിയത്. എന്നാൽ ഇവിടെ സ്ലാബ് നൽകിയുകൊണ്ട് നമുക്കൊരു റൂം എക്സ്ട്രാ ലഭിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നൊരു ഡോറും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ എല്ലാം നൽകി റെൻ്റൽ പർപ്പസോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടോ നമുക്കിത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാൾ സ്പേസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത്. ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ നമുക്ക് ഈ ഒരു ഹാൾ സ്പേസിൽ ലഭിക്കുന്നു. മുകളിലും അതുപോലെ തന്നെ 2 റൂമാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ സെയിം റൂം തന്നെ, മേലെ 2 റൂം. അതുപോലെ തന്നെ ലിവിങ്ങിൻ്റെ ടോപ്പിലായി ഒരു 3ാമത് റൂമും ലഭിക്കുന്നു. ഈ ഒരു വിൻഡോൻ്റെ അവിടെ നമ്മൾ ബേ വിൻഡോ ടൈപ്പിൽ കബോർഡ് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 2 റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിരിക്കുന്നു. ടോട്ടൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ പ്ലോട്ടിൻ്റെ സ്കെച്ചും അതുപോലെ തന്നെ പ്ലാനും. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ, വാക്ക് ത്രൂവിൽ കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് എൻട്രി വരുന്നു. ഈ ഒരു എൽ ഷേപ്പിലായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് റൂം 288 x 300 ഏകദേശം ഒരു 10 ഫീറ്റിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ TV യൂണിറ്റ് നൽകാനായി ആ വീഡിയോയിൽ കണ്ട പോലെ ഒരു വുഡൻ്റെ വർക്കും നൽകിയിരിക്കുന്നു. ഏറ്റവും ബഡ്ജറ്റായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് നൽകി ആ ഒരു വുഡൻ കളർ കാണുന്നത് മാത്രമാണ് നമ്മൾ ജിപ്സം സീലിംഗ് നൽകിയിട്ടുള്ളൂ. അതുപോലെ ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെയർ സ്പേസിലേക്കാണ്. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഫസ്റ്റ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ചെയർ അകത്തോട്ട് ഇരിക്കാവുന്ന തരത്തിലാണ് ഒരു 6 സീറ്ററിൻ്റെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ നൽകിയിരിക്കുന്നത് അതായത് ചുമരുമേ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള, അതായത് കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ അല്ല നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ മാത്രമാണ് കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതായത് ഇവിടെ താഴെ ഇൻവേർട്ടർ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നൽകിയിരിക്കുന്നത്. ബാക്കി വരുന്ന സ്റ്റെപ്പ്, ഇത്രയും സ്റ്റെപ്പിൻ്റെ എണ്ണം നൽകിയിരിക്കുന്നത് സ്റ്റീലിൻ്റെ സ്റ്റെയർ നൽകി വുഡൻ്റെ കവറിങ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് ഫുള്ളി സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ബഡ്ജറ്റായിട്ടാണ് ഈ ഒരു വീട് ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ സ്പേസിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു പോർഷനിലായി ഒരു 1.2 മീറ്റർ ഹൈറ്റിന് വാള് നൽകി അതിൻ്റെ ടോപ്പിൽ നമ്മൾ അക്വേറിയം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ, ഒരു ചെറിയ 4 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ദിവാനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലെല്ലാം ഇവിടെ ഒരു ഫാനാണ്, വാൾ ഫാനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു വാൾ ഫാനും ഇവിടെ ഒരു വാൾ ഫാനും നൽകിയിരിക്കുന്നു. നമ്മൾ പ്ലാൻ വരയുമ്പോൾ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിലൂടെ ഈ ഒരു സോഫ അറേഞ്ച്മെൻറ്റും ഇവിടെ TV യൂണിറ്റും ഇവിടുത്തെ സ്റ്റെയറും എല്ലാം നമുക്ക് ആ ഒരു ഡിസൈനിങ്ങിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീട് ഇതുപോലെ ഏറ്റവും ബഡ്ജറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയത്. ഈ ഒരു ഡൈനിങ് റൂമിൽ നിന്നും ഇവിടെ നമ്മളൊരു പിക്ചർ നൽകി ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് റൂമിൽ നിന്നും ഇവിടെ ഒരു ഓപ്പണിംഗ് നൽകി ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ വീതി ആകെ 228 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതുപോലെ തന്നെ നീളം 12 ഫീറ്റും നൽകിയിരിക്കുന്നു. വാള് കഴിച്ച് നമുക്കൊരു 11 ഫീറ്റോളം ലഭിക്കുന്നതാണ്. ഈ ഒരു സൈഡിലായി ഇവിടെ നമ്മൾ വർക്ക് ഏരിയ സ്പേസ് സ്ക്വയർ ഫീറ്റിൽ കൂട്ടിയിട്ടില്ല. ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ 5 റൂമാണ് ഈ ഒരു വീട് ടോട്ടലി വരുന്നത്. താഴെ 2 റൂമും മേലെ 3 റൂമും.
ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് നമ്മൾ തറ താഴ്ത്തി ഒരു സ്റ്റെപ്പ് ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ കൂട്ടിയിട്ടില്ല. ഈ ഒരു ഏരിയ ഏകദേശം നമുക്കൊരു 150-200 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് വരും. ഈ ഒരു ഏരിയ ടോട്ടലി നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ്, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെ ഈ ഒരു ഏരിയയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 റൂമാണ്. ഫസ്റ്റ് റൂം 10 ബൈ ഏകദേശം 444 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു ബെഡും ഇവിടെ ഒരു സിംഗിൾ ബെഡുമാണ് ഈ ഒരു വീഡിയോയിൽ വാക്ക് ത്രൂ കാണിച്ചതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വിൻഡോ ആണ് നൽകിയിട്ടുള്ളൂ. ഈ ഒരു വിൻഡോൻ്റെ കവറിംഗ് ആയി വാർഡ്രോബ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ബേ വിൻഡോ അടക്കം. ഇവിടെ ഒരു നോർമൽ ടോയ്ലറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ടോയ്ലറ്റിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷവർ ഏരിയയും അതുപോലെ തന്നെ ഇവിടെ വാൾ മൗണ്ടഡ് WCയും ഇവിടെ വാഷ് ബേസിനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ആദ്യം ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് ആണ് നമ്മൾ നൽകിയിരുന്നത്. എന്നാൽ ഡബിൾ ഹൈറ്റ് മാറ്റി ഇവിടെ സ്ലാബ് നൽകി ഇവിടെ ഒരു റൂം കൂടി എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ടാണ് മേലെ നമുക്ക് 3 റൂമായിട്ട് കിട്ടുന്നത്. ഇവിടുന്ന് സ്റ്റെയർ ഇങ്ങനെ കയറി ഇവിടുന്ന് ഇറങ്ങി നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇതാദ്യം ഇവിടെയാണ് സ്റ്റെയർ നൽകിയിരുന്നത്. അതാണ് ഈ പ്ലാനിൽ ഇവിടെ സ്റ്റെയർ കേൾക്കുന്നത്. ഇവിടെ നമ്മളൊരു ദിവാൻ ഇട്ട് ഇവിടെ ഒരു ഫുള്ളി നമുക്കൊരു ഹാളായിട്ട് ലഭിക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ട മനസ്സിലാവും. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു റൂമിൻ്റെ മേലെ തന്നെ ഒരു റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിയ റൂമിൻ്റെ മേലെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഇവിടെ ഒരു ടോയ്ലറ്റും സെയിം ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് ഡബിൾ ഹൈറ്റ് ആക്കിയാൽ ഭംഗി കൂടും. പക്ഷേ ഇവിടെ ക്ലയൻറ്റ് ഇവിടെ ഒരു ഡോറ് നൽകി ഭാവിയിൽ ഇവിടുന്ന് ഒരു സ്റ്റെയർ ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ മേലത്തെ റെൻഡർ പർപ്പസോ അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസോ നൽകാൻ വേണ്ടിയാണ് അങ്ങനെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡബിൾ ഹൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇവിടെ നമ്മളൊരു റൂമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പിൽ 3 റൂം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസും ലഭിക്കുന്നു കിച്ചൻ്റെ ടോപ്പിലായി. വർക്ക് ഏരിയയുടെ ടോപ്പിൽ പിന്നെ നമ്മൾ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം. ടോപ്പിലായി ഇവിടെ ഒരു സോളാർ സിസ്റ്റവും നൽകിയിട്ടുണ്ട്. സോളാർ സിസ്റ്റത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറും 1,20,000 ആണ് 3 കിലോവാട്ട് സോളാർ സിസ്റ്റം വയ്ക്കാൻ വേണ്ടി വരുന്നത്. ബാക്കി 78,000 രൂപ നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 15 യൂണിറ്റോളം 3 കിലോവാട്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.